സകല കാലത്തിനും മുമ്പേ നിത്യജീവന്റെ വാഗ്ദത്തം നമുക്ക് തന്ന ഭോഷ്കില്ലാത്ത നമ്മുടെ ദൈവത്തിന് സ്തോത്രവും സ്തുതിയും ആരാധനയും ഞാൻ അർപ്പിക്കുന്നു. നമ്മെ സ്നേഹിക്കുന്ന, നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടിയിച്ച, വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിൽ പങ്കു തന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ അഭിവാദനങ്ങളെ എല്ലാവർക്കും ആദരവോടെ അറിയിക്കും. ആഴ്ചയുടെ ആരംഭ ദിവസം മുതൽ ഈ അവസാനത്തെ ദിവസം വരെ കർത്താവ് നമ്മെ സൂക്ഷിച്ചതിനായി, പരിപാലിച്ചതിനായി സ്തോത്രം. വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന പാഠങ്ങളിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചില വിഷയങ്ങളിൽ വേദപുസ്തകം ഒരു സൂചന തന്നുവിടുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ഇന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനെ ആയിരിക്കും എന്ന് ചിലത് പറയുവാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. ഈ പഠനത്തിന്റെ ആദ്യം മുതൽ വളരെ ഉത്സാഹത്തോടെ ഇതിൽ സംബന്ധിച്ച ബഹുമാന്യരായ കർത്താവിന്റെ ദാസന്മാർക്കും ദൈവമക്കൾക്കും ഞങ്ങൾ പ്രത്യേകാൽ നന്ദി അറിയിക്കുന്നു. ഇതിനുശേഷം റെക്കോർഡിങ്സിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ ഞങ്ങളെ കാണുകയും കേൾക്കുകയും ചെയ്യുന്ന, മറ്റുള്ളവരിലേക്ക് ഈ ദൈവവചനത്തിന്റെ സത്യങ്ങൾ എത്തിക്കുകയും ചെയ്യുന്ന എല്ലാ വിശുദ്ധന്മാർക്കായും ദൈവത്തിന് സ്തോത്രം. ഇതിനെല്ലാം നിത്യതയിൽ നമുക്ക് പ്രതിഫലങ്ങൾ ലഭിക്കും എന്നത് നിശ്ചയമാണ്. സ്തോത്രം. കർത്താവ് നമ്മെ പിന്നെയും സഹായിക്കട്ടെ. നമ്മളിപ്പോൾ 22-ാം അധ്യായത്തിന്റെ ആദ്യത്തെ വാക്യങ്ങളിലാണ് നിൽക്കുന്നത്. അവിടെ നമ്മൾ ജീവവൃക്ഷത്തെക്കുറിച്ചുള്ള ചില ചിന്തകളായിരുന്നു ഇന്നലെ പങ്കുവച്ചത്. അപ്പൊ ഇന്നലെ നമ്മൾ പറഞ്ഞു നിർത്തിയതുവരെ എന്തെങ്കിലും വിശദീകരണങ്ങൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ചോദിക്കാമല്ലോ. ഒന്നും കൂടെ 22-ന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. 22 verses 1 through 4 once again please. വീഥിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്കുപോലെ ശുഭ്രമായ ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. നദിക്ക് ഇക്കരെയും അക്കരെയും ജീവവൃക്ഷം ഉണ്ട്. അത് 12 വിധം ഫലം കായ്ച്ച് മാസം തോറും അതത് ഫലം കൊടുക്കുന്നു. വൃക്ഷത്തിന്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകുന്നു. യാതൊരു ശാപവും ഇനി ഉണ്ടാകയില്ല. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനം അതിൽ ഇരിക്കും. അവന്റെ ദാസന്മാർ അവനെ ആരാധിക്കും. സോറി, മ്യൂട്ടായിരുന്നു. ഇവിടെ നിന്നും നമ്മൾ ജീവജല നദിയെപ്പറ്റി കണ്ടു. ഇപ്പോൾ ജീവവൃക്ഷത്തെക്കുറിച്ച്. ജീവവൃക്ഷത്തിന്റെ ഇവിടെ പറയുന്ന വിവരണങ്ങളെ പോലെ സമാനമായത് നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിന്റെ ആദ്യ അധ്യായങ്ങളിലും 2ഉം 3ഉം അധ്യായങ്ങളിലും, പിന്നെ യെഹെസ്കേൽ 47-ാം അധ്യായത്തിലും കാണുവാൻ സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകത്തിലേത് മനുഷ്യൻ പാപം ചെയ്യുന്നതിന് മുമ്പ്, സൃഷ്ടിയുടെ തുടക്കത്തിൽ ദൈവം ഏദൻ തോട്ടത്തിൽ ആക്കി വെച്ചിരുന്ന ജീവവൃക്ഷത്തെക്കുറിച്ചുള്ള സൂചനയാണ്. അവിടെ 2 വൃക്ഷങ്ങൾ പ്രത്യേകിച്ച് എടുത്തു പറയുന്നുണ്ട്. ജീവവൃക്ഷവും നന്മ തിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷവും. നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിൽ നിന്ന് പ്രൊഹിബിറ്റഡ്,
വിലക്കപ്പെട്ട കനി കഴിച്ച് പാപം ചെയ്ത ശാപഗ്രസ്തരാക്കപ്പെട്ട ആദം ഹൗവമാർക്ക് ഏദനിൽ ദൈവം വിലക്കുന്ന ഒന്നാണ് ജീവവൃക്ഷത്തിന്റെ ഫലം എന്ന് ഉൽപ്പത്തി 3-ാം അധ്യായത്തിൽ നിന്നും നമുക്കറിയാം. എന്നാൽ യെഹെസ്കേലിലുള്ളത് സഹസ്രാബ്ദ സമയത്ത് ഈ ഭൂമിയിൽ യേശുക്രിസ്തുവിന്റെ ഭരണത്തിന്റെ കീഴിൽ സുവർണ ഭരണം ആസ്വദിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന അനുഭവങ്ങളെക്കുറിച്ചുമാണ്. അതിനോട് സമമായ വിവരണമാണ് നമുക്കിവിടെ വെളിപ്പാട് 22-ാം അധ്യായത്തിലും ജീവവൃക്ഷത്തെക്കുറിച്ച് കാണുവാൻ സാധിക്കുന്നത്. അതിനോട് സമമായതാണ്. സ്തോത്രം. രണ്ടും ഒന്നല്ല എന്ന് സാരം. യെഹെസ്കേൽ നമ്മൾ കാണുന്ന വൃക്ഷങ്ങൾ, അവിടെയും നദിയുടെ കരയിൽ ഒത്തിരി വൃക്ഷങ്ങൾ ഉള്ളതായിട്ടും വിവിധ തരം ഫലം കായ്ക്കുന്നതായിട്ടും അതിൻ്റെ ഇലയും ആരോഗ്യകാരണമായി സൗഖ്യകാരണമായി തീരുന്നതായിട്ടുമൊക്കെ യെഹെസ്കേൽ പറയുന്നുണ്ട്. ഇന്നലെ നമ്മളത് വായിക്കുകയും ചെയ്തിരുന്നല്ലോ. 47-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം തൊട്ട് നമ്മൾ ഇന്നലെ കണ്ടു. എന്നാൽ അതും വെളിപ്പാട് 22-ലേതും ഒരുപോലെയൊക്കെ തോന്നും. So we already have seen the background of the tree of life is one in Genesis chapter 2 and also in chapter 3, which was there in the pre-Adamic or pre-fall Eden, and which was prohibited for Adam after his fall. And also another picture is in Ezekiel 47. There are a lot many things in common in these both chapters, in Ezekiel 47 as well as Revelation 22. But despite their similarities, they are different. One major difference we can see is in Ezekiel 47, whether they ate from the tree, whether the fruit or the leaf, of course, it is written people would have long life, but not deathlessness, not everlasting life. But in Revelation, it is not just a healing, but an immortality, the root or the fruit of this particular tree and its fruit. യെഹെസ്കേൽ 47-ലും വെളിപ്പാട് 22-ലും ഒത്തിരി സമാനതകൾ ഉണ്ടെങ്കിലും രണ്ടും രണ്ടാണ്. പ്രധാനപ്പെട്ട വ്യത്യാസം നമുക്ക് കാണാൻ സാധിക്കുന്നത് 47-ാം അധ്യായം യെഹെസ്കേലിൽ ഈ വൃക്ഷഫലം തിന്നുന്നത് കൊണ്ട് ചിലപ്പോൾ ആരോഗ്യമോ ദീർഘായുസോ ഉണ്ടായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഉണ്ടാകാമെങ്കിലും മരണം നീങ്ങുന്നില്ല. അത് കഴിക്കുന്നവരും ആ പഴം കഴിക്കുന്നവരും മരിക്കുന്നുണ്ട്. മരണത്തെക്കുറിച്ച് നമ്മൾ യെശയ്യാവിൽ നിന്ന് വായിക്കുകയുണ്ടായി. അപ്പോ 1000 ആണ്ട് വാഴ്ചയിൽ യെഹെസ്കേലിൽ പറയുന്നത് പോലെ വിവിധ തരം ഫലം കായ്ക്കുന്ന ഇല വാടാത്ത ഇല ഔഷധമായിട്ട് ഉപയോഗിക്കാവുന്ന ആ വൃക്ഷങ്ങൾ ജീവവൃക്ഷങ്ങൾ അല്ല. മനസ്സിലായോ? The trees in Ezekiel 47, they are not at all trees of life, because
people who ate from those trees, they also died, or they could also die. യെഹെസ്കേൽ 47 വൃക്ഷങ്ങൾ ജീവവൃക്ഷങ്ങളല്ല. കാരണം അവയുടെ ഫലം തിന്നവരും മരിക്കുന്നു. അവയുടെ ഫലം ഭക്ഷിക്കുന്നവർക്കും മരണമുണ്ട്. അതുകൊണ്ട് യെഹെസ്കേൽ 47 നമ്മൾ കാണുന്ന വൃക്ഷങ്ങൾ വെളിപ്പാട് 22 ജീവവൃക്ഷങ്ങളല്ല. സംശയമില്ലല്ലോ, കാര്യം മനസ്സിലേക്ക് കാണുമല്ലോ. സ്തോത്രം. അതിന് തെളിവായിട്ടാണ് അത് നമ്മൾ പറഞ്ഞത്. കാരണം 1000 ആണ്ട് വാഴ്ചയിൽ നമ്മൾ കണ്ടു, ദീർഘായുസ്സുണ്ടെങ്കിലും മരണമില്ലായ്മയില്ല. ദീർഘായുസ്സുണ്ടെങ്കിലും സഹസ്രാബ്ദത്തിൽ മരണം സംഭവിക്കുന്നുണ്ട്. ജനന മരണങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ സാമ്യമുണ്ടെന്നേ ഉള്ളൂ, രണ്ടും ഒന്നല്ല. അതുകൊണ്ട് അത് രണ്ടും നമുക്ക് വിട്ടിട്ട്, പ്രത്യേകിച്ച് യെഹെസ്കേലിലേത് വിട്ടിട്ട് നമുക്ക് ജീവവൃക്ഷത്തിലേക്ക് വരാം. And therefore we are leaving Ezekiel 47 and the trees over there right behind, and we will continue with Revelation 22, the tree of life. ഒന്നിലധികം വൃക്ഷങ്ങൾ അവിടെ ഉണ്ടെന്നുള്ളത് വ്യക്തമാണ്. എങ്കിലും ഏകവചനമാണ് ജീവവൃക്ഷം. വൃക്ഷങ്ങൾ എന്ന് നമ്മൾ കാണുന്നില്ല. എന്നാൽ ഒന്നിലധികം വൃക്ഷങ്ങൾ അവിടെ ഉള്ളതായി നമുക്ക് കാണാം. ജീവജല നദിയുടെ ഇരുകരയിലും വൃക്ഷങ്ങളുണ്ട്. സ്തോത്രം. അതിലെ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം ഇന്ന് പറയാം. വളരെ പ്രധാനമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം. Actually, what is the connotation, what is the meaning of tree of life in the middle of the city? ഈ ജീവവൃക്ഷം പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തിന്റെ നടുവിൽ എന്താണ് അതിന്റെ യഥാർത്ഥത്തിലെ അർത്ഥം? സ്തോത്രം. എനിക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ 1-2 കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ ഇന്നലെ പറഞ്ഞു, വാട്ട് വാസ് പ്രൊഹിബിറ്റഡ് ഫോർ ഏഡം ഈസ് നൗ പെർമിറ്റഡ് ഫോർ ഓൾ. ഒരിക്കൽ ആദമിന് വിലക്കപ്പെട്ടത് ഇപ്പോൾ എല്ലാവർക്കും വേണ്ടി തുറക്കപ്പെടുന്നു. എല്ലാവർക്കും വേണ്ടി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വേണ്ടിയാണോ? ആണെന്നും അല്ലെന്നും പറയാം, അല്ലേ? എത്തുന്നവർക്ക് വേണ്ടി. അതെ. എല്ലാവർക്കും വേണ്ടി ആണെന്ന് പറഞ്ഞാൽ ആർക്ക് വേണ്ടി? വിശുദ്ധ നഗരത്തിൽ എത്തുന്ന എല്ലാവർക്കും വേണ്ടി, അല്ലാതെ ആർക്കും വേണ്ടിയല്ല. 22-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം, 22:14. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. സ്തോത്രം. അപ്പോൾ ഇവിടെ എല്ലാവർക്കും പ്രവേശനം ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണെങ്കിലും 16:15, 16-15 കൂടെ. ഞാൻ കള്ളനെ പോലെ വരും,
തന്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തന്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവൻ ഭാഗ്യവാൻ. സ്തോത്രം. ഇപ്പൊ വെളിപ്പാട് 22:14 പറഞ്ഞിരിക്കുന്നത് ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. വസ്ത്രം അലക്കുന്നതിനെ കുറിച്ച്, വെടിപ്പുള്ള വസ്ത്രത്തെക്കുറിച്ചൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതുകൊണ്ട് അതൊന്നും ആവർത്തിക്കുന്നില്ല. അത്രയും പറഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഓർമ്മ വന്നു കാണും. ഇവിടെ പ്രായോഗിക വിശുദ്ധിയെ സംബന്ധിച്ചാണ് പറയുന്നത്. സ്തോത്രം. ഇന്നലെ നമ്മൾ 2 പദങ്ങൾ കണ്ടിരുന്നു. യൂണിവേഴ്സൽ സാൽവേഷൻ ആൻഡ് യൂണിവേഴ്സാലിസം. 2 പദങ്ങളെ കുറിച്ച് നമ്മൾ ഇന്നലെ പറഞ്ഞു. ഇവിടെ ജാതികൾക്കും കൂടെ ഈ ജീവവൃക്ഷത്തിൽ പങ്കുണ്ടെന്ന് 22 ആദ്യം കാണുന്നതിൽ നിന്നാണ് നമ്മൾ ഇന്നലെ പറഞ്ഞത്. ദിസ് ഈസ് അബൌട്ട് സാർവത്രികമായ രക്ഷ, യൂണിവേഴ്സൽ സാൽവേഷൻ. That means salvation is not limited to the Jews alone. യഹൂദന് വേണ്ടി മാത്രം രക്ഷ പരിമിതപ്പെടുന്നില്ലെന്നാണ് നമ്മൾ സാർവത്രിക രക്ഷ എന്നതുകൊണ്ട് അർത്ഥമാക്കിയത്. എന്നാൽ അതിൽ നിന്നും വ്യത്യസ്തമാണ് ദ ഡോക്ട്രിൻ ഓഫ് യൂണിവേഴ്സാലിസം. ആരും നശിക്കത്തില്ല, സകല മനുഷ്യരും എങ്ങനെ ജീവിച്ചാലും നരകത്തിൽ പോകത്തില്ല, സ്വർഗത്തിൽ പോകും എന്ന് പഠിപ്പിക്കുന്ന ഭാഗം. അത് വേദവിപരീതമാണ്. എന്നാൽ ആദ്യം പറഞ്ഞ സാർവത്രിക രക്ഷ എന്നുള്ളത് ദൈവവചനപ്രകാരമാണ്. അതുകൊണ്ടാണ് നാം തീത്തോസിനുള്ള പൗലോസിന്റെ ലേഖനത്തിൽ 2-ാമത്തെ അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നത് സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. യൂണിവേഴ്സൽ സാൽവേഷൻ, സാർവലൗകികമായി ആർക്കും. പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. റോമർ 1:16 സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല. കാരണം എന്താ? വിശ്വസിക്കുന്ന ഏവനും. എന്നിട്ട് പറയുകയാണ് ആദ്യം യഹൂദനും പിന്നെ യവനനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാകുന്നു. ഇപ്പൊ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല എന്ന് വെച്ചാൽ സുവിശേഷം അല്ലെങ്കിൽ സുവിശേഷത്താൽ സാർവലൗകിക രക്ഷ ദൈവം ആഗ്രഹിക്കുന്നു. അത് ഏതെങ്കിലും ഒരു മതവിഭാഗത്തിനോ ഏതെങ്കിലും ഒരു വംശത്തിനോ ജാതിക്കോ ഭാഷക്കാർക്കോ പരിമിതപ്പെടുന്നില്ല. എല്ലാവർക്കും രക്ഷിക്കപ്പെടാം. ആർക്കും ആ വാതിൽ അടച്ചു കളയുന്നില്ല എന്നതായിരുന്നു നമ്മൾ ഇന്നലെ കണ്ട യൂണിവേഴ്സൽ സാൽവേഷൻ. സകല മനുഷ്യർക്കുമുള്ള സാർവത്രികമായ ദൈവത്തിന്റെ രക്ഷാപദ്ധതി. എന്നാൽ സാർവത്രികവാദികൾ പറയുന്നത് നേരെ തിരിച്ചാണ്. എല്ലാവർക്കും രക്ഷ ഉണ്ട് എന്ന് പറയുമ്പോൾ എല്ലാവരും രക്ഷിക്കപ്പെട്ടിരിക്കും, നരകമേ കാണില്ല എന്നുള്ള വാദമാണ്. അത് വചനവിരുദ്ധമാണ്. ഇവിടെ നമ്മൾ അതാണ് കാണുന്നത്. ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിന് എന്ന് വെച്ചാൽ പങ്ക് ലഭിക്കേണ്ടതിന് ഗോപുരങ്ങളിൽ കൂടി നഗരത്തിനകത്തേക്ക് കടക്കേണ്ടതിനും ചില യോഗ്യതകൾ പറഞ്ഞിരിക്കുന്നു. സ്തോത്രം. തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ
ഭാഗ്യവാന്മാർ. 15-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, നായ്ക്കളും ക്ഷുദ്രക്കാരും ദുർനടപ്പുകാരും കുലപാതകന്മാരും ബിംബാരാധികളും ഭോഷ്കിൽ പ്രിയപ്പെടുകയും അതിനെ പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഏവരും പുറത്തു തന്നെ. ഈ നഗരത്തിലേക്ക് പ്രവേശനമില്ലാതെയും നഗരത്തിന്റെ നടുവിൽ നിൽക്കുന്ന ജീവവൃക്ഷത്തിൽ പങ്കു ലഭിക്കാതെയും പുറംതള്ളപ്പെടുന്നവരെ കുറിച്ചാണ് 15-ാം വാക്യത്തിൽ പറയുന്നത്. So this fruit of the tree of life is open for all. For all means all those who enter into the holy city of New Jerusalem. It is different from universalism of salvation as a cult and heresy. Certainly, salvation is not limited to anyone, including Jews. It is open for all. Open for all. But here, when after the fall, Adam and Eve were prohibited from the participation in the tree of life. But here, it is just opposite. It is wide open. Again, please remember, wide open for those only who are inside the holy city of New Jerusalem. So once it was prohibited, now it is permitted. അപ്പോൾ ഒരിക്കൽ വിലക്കപ്പെട്ടത് ഇപ്പോൾ അനുവദിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. ഇവിടെയും പുതിയ യെരുശലേമിലും നാം ഏദനിൽ, ഭൂമിയിലെ ഏദനിൽ അല്ലെങ്കിൽ ആദിമ ഏദനിൽ വിലക്കപ്പെട്ടത് ഈ പുതിയ യെരുശലേമിൽ കാണുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട അർത്ഥം അല്ലെങ്കിൽ കാര്യം എന്നത്, the consummation of redemption in full. The consummation of the redemption in full. വീണ്ടെടുപ്പിന്റെ പൂർണ്ണമായ യഥാസ്ഥാപനം നമുക്കിവിടെ കാണാം. വീണ്ടെടുപ്പിന്റെ പൂർണ്ണമായ യഥാസ്ഥാപനം. സ്തോത്രം. അല്ലെങ്കിൽ അതിനോട് ചേർത്ത് നമുക്ക് ചിന്തിക്കാൻ പറ്റും, the final restoration in full. അന്തിമമായ യഥാസ്ഥാപന കർമ്മം ഇവിടെ നിവർത്തിക്കപ്പെടുകയാണ്. സ്തോത്രം. മൂന്നാമത്, നിങ്ങൾ നമ്പർ ഇടുന്നത് പോലെ മൂന്നാമതോ നാലാമതായിട്ടോ, the perfection of the will of God is revealed. The perfection of the will of God is revealed. ദൈവഹിതത്തിന്റെ പൂർണ്ണതയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. ദൈവഹിതത്തിന്റെ പൂർണ്ണത ഓർമ്മ കാണുമായിരിക്കുമല്ലോ. ദൈവഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു എന്നുള്ളത് എഫേസ്യ ലേഖനം 1:9-10 വാക്യങ്ങൾ ഒന്നും കൂടെ വായിച്ചോളൂ. Ephesians 1:9 and 10. അവനിൽ താൻ മുൻനിർണയിച്ച തന്റെ പ്രസാദത്തിന് തക്കവണ്ണം എന്ന് വെച്ചാൽ യേശു ക്രിസ്തുവിൽ, അവനിൽ താൻ മുൻനിർണയിച്ച, പിതാവായ ദൈവം മുൻനിർണയിച്ച, പിതാവായ ദൈവത്തിന്റെ പ്രസാദത്തിനൊത്തവണ്ണം. ഇനി വായിച്ചാട്ടെ.
തന്റെ ഹിതത്തിന്റെ മർമ്മം അവൻ നമ്മോട് അറിയിച്ചു. തന്റെ ഹിതത്തിന്റെ, പിതാവായ ദൈവത്തിന്റെ ഹിതത്തിന്റെ മർമ്മം നമ്മോട് അറിയിച്ചു. അതെന്തുവാ? മ്യൂട്ടാ. അത് സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളത് എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്ക എന്നിങ്ങനെ കാലസമ്പൂർണതയിലെ വ്യവസ്ഥയ്ക്കായിട്ട് തന്നെ. സ്തോത്രം. ദിസ് ഈസ് ഗാഡ്സ് ഒറിജിനൽ വിൽ. Paul says, or Paul calls it, the mystery of God's will. ദൈവഹിതത്തിന്റെ മർമ്മം, ദൈവത്തിന്റെ ആത്യന്തികമായ ഹിതം ഇവിടെ വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവേശുവിൽ ഒന്നായി ചേർക്കുക എന്ന കാലസമ്പൂർണതയുടെ ഒരു വ്യവസ്ഥ. എന്ന് വെച്ചാൽ ദൈവം ഒരു സമയത്തിന്റെ പൂർണ്ണത നിശ്ചയിച്ചിട്ടുണ്ട്. ദൈവത്തിന്റെ പരമാധികാരത്തിലും സർവജ്ഞാനത്തിലും, ആവർത്തിക്കുന്നു, ദൈവത്തിന്റെ പരമാധികാരത്തിലും സർവജ്ഞാനത്തിലും ദൈവത്തിന് പ്രസാദമായ ഒരു കാര്യമാണ് സ്വർഗത്തിലും ഭൂമിയിലുമുള്ളതെല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കുക. അതിന് ഈ ലോകത്തിൽ, ഈ കാലത്തിൽ ഒരു സമയത്തെ, ഒരു ബിന്ദുവിനെ നിയമിക്കുക. ബിന്ദു ഒരു കുത്ത്, ഒരു സമയത്തിന്റെ പോയിന്റ് എന്ന അർത്ഥത്തിലെ മനസ്സിലാക്കാവേ. സ്തോത്രം. So here in Ephesians 1:9 and 10, we see the mystery of God's will. Mystery of God's will. What is the mystery of God's will? Divine appointment of a time. A divine appointment of a particular point of time. A highest peak of time. God has ordained that particular peak of the moment. What for? To gather everything in Christ Jesus, whether things of heaven or of earth. Bringing everything together in the Lord. കർത്താവായ യേശു ക്രിസ്തുവിൽ സ്വർഗത്തിലുള്ള കർത്താവായ യേശു ക്രിസ്തുവിൽ സ്വർഗത്തിലുള്ളതാകട്ടെ ഭൂമിയിലുള്ളതാകട്ടെ എല്ലാം വീണ്ടും ഒന്നായി ചേർക്കുക എന്ന് വെച്ചാൽ മുമ്പ് ഉണ്ടായിരുന്നതുപോലെ, ആദ്യത്തേത് പോലെ, സ്തോത്രം, എന്ന് നമുക്കവിടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. സ്തോത്രം. എന്ന് വെച്ചാൽ ദൈവത്തിന്റെ അനാദി നിർണയപ്രകാരം, സ്തോത്രം, making known to us the mystery or the secret of his will, his plan, of his purpose. And it is this, in accordance with his good pleasure, his merciful intention,
which he had previously purposed and set forth in him. സ്തോത്രം. അനാദിയിൽ തന്നെ പിതാവായ ദൈവം പുത്രനായ ക്രിസ്തുയേശുവിൽ തൻ്റെ മുഴുവൻ ഹിതത്തിൻ്റെയും കൂടെ ആകെ തുക നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. ഓക്കെ, in his good pleasure or in accordance with his good pleasure, which God the Father had previously purposed and set forth in him. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, previously purposed. ഇതിന്റെ ഉദ്ദേശം, ഇതിന്റെ ആലോചന എപ്പോഴാണ് നടത്തിയത്? സ്തോത്രം. മലയാളത്തിൽ എങ്ങനെ കൊടുത്തിരിക്കുന്നത്? മുൻനിർണയം. മുൻനിർണയം. സ്തോത്രം. മുൻനിർണയം. predestined. predestined. മുൻനിർണയിച്ചു. പിന്നെ മറ്റൊന്നെന്താ? മറ്റൊരു പ്രയോഗോടെ കാണുന്നത് സെറ്റ് ഫോർത്ത്. സ്തോത്രം. മുൻനിർണയിച്ചു. മുൻനിർണയപ്രകാരം എന്താ ചെയ്തത്? സ്തോത്രം. ദൈവം സെറ്റ് ഫോർത്ത്, അതിനെയാണ് മലയാളത്തിൽ വ്യവസ്ഥ എന്ന് കാണുന്നത്. ദൈവം മുൻനിർണയിച്ചത് നിവർത്തിക്കുന്നതിന് കർത്താവായ യേശു ക്രിസ്തുവിൽ ഒരു സമയം നിശ്ചയിച്ചു വെച്ചു. ഇപ്പൊ രണ്ട് കാര്യങ്ങളാ. ഒന്ന്, എന്ത് സംഭവിക്കണമെന്ന്. രണ്ട്, അത് എപ്പോൾ നിറവേറണം എന്ന്. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് തിരുഹിതത്തിന്റെ മർമ്മം. മനസ്സിലായോ? ഇംഗ്ലീഷിൽ അത് കുറച്ചും കൂടെ വ്യക്തമാണെന്നേ ഉള്ളൂ. ഹി പ്രീവിയസ്ലി പർപ്പസ്ഡ് ആൻഡ് സെറ്റ് ഫോർത്ത്. മലയാളത്തിൽ അത് രണ്ടിടത്താണ് കിടക്കുന്നത്. മുൻ നിർണയിച്ചു, പിന്നെ വ്യവസ്ഥ ചെയ്തു. വ്യവസ്ഥ ചെയ്തു എന്ന് പറഞ്ഞാൽ കണ്ടീഷൻ എന്നല്ല അതിൻ്റെ അർത്ഥം. ദൈവം അതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും തീരുമാനിച്ചുറപ്പിച്ചു എന്നാണ്. അതിനെയാണ് കുറെ കൂടെ മനസ്സിലാക്കാനായിട്ട് ഞാൻ പറഞ്ഞത്. ഒന്ന്, എന്ത് എന്നും. രണ്ട്, എപ്പോൾ എന്നും. So these two things are God's mystery of the will. In his good pleasure, in his sovereign power and authority, and in his pre-knowledge or in his omniscience, God did two things. One, what to be done, then when to be accomplished. What to be accomplished and when to be accomplished. One more thing was there, how to be accomplished. ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് രണ്ട് കാര്യങ്ങളാണ്. എന്ത് സംഭവിക്കണം, എപ്പോൾ സംഭവിക്കണം. എന്നാൽ മുമ്പ് ദൈവം ഒരു കാര്യവും കൂടെ തീരുമാനിച്ചിരുന്നു, അതെങ്ങനെ സംഭവിക്കണമെന്ന്. എങ്ങനെ എന്നുള്ളതാണ് ക്രിസ്തുവിൽ. How should it accomplish? How should it be accomplished? In Christ.
through the cross, through the redemption in Christ, യേശു ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിന്റെ ക്രൂശിലൂടെ, ക്രിസ്തുവിന്റെ പരമയാഗത്തിലൂടെ, സ്തോത്രം, അത് ഇപ്പോൾ സംഭവിച്ചു കഴിഞ്ഞു. ക്രിസ്തുവിന്റെ ക്രൂശ് മരണം സംഭവിച്ചു കഴിഞ്ഞു. Now cross is a history. ഇപ്പോൾ കുരിശെന്ന് പറയുന്നത് ഒരു ചരിത്രമാണ്. അത് സംഭവിച്ചു കഴിഞ്ഞു. എന്നാൽ രണ്ട് കാര്യങ്ങൾ ഇനി സംഭവിപ്പാനിരിക്കുന്നത്. എന്തേ? ദൈവം പദ്ധതിയിട്ടത് എന്ത് സംഭവിക്കണം എന്നുള്ളതും എപ്പോൾ സംഭവിക്കണം എന്നുള്ളതും, സ്തോത്രം, അത് രണ്ടും കൂടെ പൂർണ്ണമാകുമ്പോഴാണ് ദൈവഹിതത്തിന്റെ പൂർണ്ണത ആകുന്നത്. One thing is over, what God had purposed. He had purposed our redemption in Christ. Jesus did that on the cross. Now consummation awaits. The consummation is these two things. A particular time he has appointed for the fulfillment of what God had purposed even in the past eternity in his good pleasure. പിതാവായ ദൈവം തന്റെ പ്രസാദപ്രകാരം മുൻനിർണയിച്ച നമ്മുടെ വീണ്ടെടുപ്പിന്റെ പദ്ധതി ക്രൂശിൽ ക്രിസ്തു നിവർത്തിച്ചു. എന്നാൽ ബാക്കി രണ്ട് കാര്യങ്ങൾ ഇനിയുണ്ട്. ദൈവം സകല സൃഷ്ടിയെക്കുറിച്ചും ആഗ്രഹിച്ച ഒരാഗ്രഹം, ദൈവത്തിന്റെ തിരുഹിതം, അത് പൂർണ്ണമായി നിറവേറപ്പെടണം. അതിനെയാണ് നാം ഇവിടെ 10-ാമത്തെ വാക്യത്തിൽ, മലയാളത്തിൽ 10-ാം വാക്യത്തിൽ വായിച്ചത്. എഫേസ്യർ 1:10 സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും എല്ലാം പിന്നെയും ക്രിസ്തുവിൽ ഒന്നായി ചേർക്കണം. അതിനുള്ള സമയം എപ്പോഴാ നിശ്ചയിച്ചിരിക്കുന്നത്? കാലസമ്പൂർണതയിൽ. കാലസമ്പൂർണത എന്ന് പറയുന്നത് ദൈവം നിയമിച്ച ഒരു സമയമെന്നേ ഉള്ളൂ. ഇതാണ് ദൈവത്തിൻ്റെ ഒറിജിനൽ പ്ലാൻ, ദൈവത്തിൻ്റെ ഹൃദ്യമായ ആഗ്രഹം. അനാദിയിൽ ദൈവം തീരുമാനിച്ചത്, ദൈവത്തിൻ്റെ ഹിതമാണിത്. ആ ഹിതത്തിലേക്ക് സകലവും പൂർണ്ണമായി എത്തിച്ചേരുന്ന ചിത്രമാണ് വെളിപ്പാട് 22 നമ്മൾ കാണുന്നത്. സ്തോത്രം. എങ്ങനെ? അവിടെ ഇനി എന്തില്ല? ശാപമില്ല, അതുപോലെ തന്നെ പാപമില്ല, മരണമില്ല, യാതൊരു താഴ്ചയും വീഴ്ചയുമില്ലാതെ, പാപത്തിന്റെ ലാഞ്ചന പോലുമില്ലാതെ. സ്തോത്രം. ശാപങ്ങളെല്ലാം മാറി ദൈവം അസലായിട്ട് എന്താഗ്രഹിച്ചിരുന്നോ, ദൈവം മൂലരൂപത്തിൽ അടിസ്ഥാനപരമായിട്ട് എന്താഗ്രഹിച്ചിരുന്നോ, അതിൻ്റെ പൂർണ്ണത ഇവിടെ കൈവരിക്കപ്പെടുകയാണ്. ഈ നഗരവും അവിടുത്തെ ജീവജല നദിയും അവിടെ അതിൻ്റെ അരികിൽ നിൽക്കുന്ന ജീവവൃക്ഷങ്ങളും അതിൻ്റെ വിവിധ തരം ഫലങ്ങളും ആരോഗ്യകാരണമായ ഇലകളും എല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ഒരു പ്രധാന ഘടകമാണ് ഈ പുതിയ യെരൂശലേം, പുതുവാന ഭൂമിയും ഈ പുതിയ യെരൂശലേമും എന്നുള്ളത്. സ്തോത്രം. ദൈവത്തിൻ്റെ
അനാദി നിർണയപ്രകാരം എന്ത് ആഗ്രഹിച്ചിരുന്നുവോ ആ ആഗ്രഹത്തിന്റെ സമ്പൂർണമായ നിവൃത്തീകരണമാണ്. സ്തോത്രം. മനസ്സിലായോ? ഈ ഇല ജാതികളുടെ രോഗശമനത്തിന് കാരണമാകുന്നു. ഇവിടെ രോഗം ഇല്ലാത്ത അവസ്ഥയല്ലേ? അതിലേക്ക് വരാം. ഇപ്പൊ ജീവവൃക്ഷം എന്നുള്ളതും പുതിയ യെരൂശലേം എന്നുള്ളതും ജീവജലനദി എന്നുള്ളതും ഇനി അവിടെ ശാപമില്ല എന്നുള്ളതും അവന്റെ ദാസന്മാർ അവന്റെ മുഖം കാണും, അവർ അവനെ ആരാധിക്കും എന്നുള്ളത് എല്ലാം കൂടെ ആ പുതിയ യെരൂശലേമിന്റെ ഇവയെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്തെടുത്താണ് നമ്മളിപ്പോൾ നോക്കുന്നത്. ദൈവം എന്തായിരുന്നു ആഗ്രഹിച്ചിരുന്നത്? സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതെല്ലാം ക്രിസ്തുവേശുവിൽ പിന്നെയും ഒന്നായി ചേരുക. ഈ സമയത്ത് ഈ പുതുവാന ഭൂമികളും പുതിയ യെരൂശലേമും വരുന്ന സമയത്ത് നമ്മൾ കണ്ടതാണ്, ഇന്ന് നമ്മൾ സ്വർഗമെന്ന് പറയുന്ന ആ സ്ഥലത്തിന് പിന്നെ ഒരു പ്രസക്തിയും ഇല്ല. കാരണം അങ്ങനെ ഒരു സ്ഥലം പ്രത്യേകമായിട്ടുണ്ടെങ്കിൽ പോലും അത് വിട്ടിട്ട് കർത്താവ് ഇങ്ങ് പോരുകയാണ് ഇങ്ങോട്ട്. മനുഷ്യനോടുകൂടെ ഒരുമിച്ച് പാർക്കേണ്ടതിന്. സ്തോത്രം. ഒരുമിച്ച് പാർക്കേണ്ടതിന്. അപ്പോൾ ഇവിടെ ജീവവൃക്ഷം എന്ന് പറയുന്നതിൻ്റെ അർത്ഥം, അവിടുത്തെ സൂചന, അവിടുത്തെ പ്രസക്തി നമ്മളിപ്പോൾ പറഞ്ഞതാണ്. സമ്പൂർണമായ വീണ്ടെടുപ്പ്, ദൈവഹിതത്തിന്റെ പൂർണ്ണത നിവർത്തിക്കുക. സ്തോത്രം. അതിനൊരു സൂചകം മാത്രമാണ് അതിൻ്റെ ഫലവും ഇലയും വരെ ഭക്ഷ്യയോഗ്യമെന്നുള്ളത്. അതിൻ്റെ ഫലവും ഇലയും വരെ ഭക്ഷ്യയോഗ്യം. അവിടെ എന്തില്ല? രോഗങ്ങളിനി ഇല്ല. അതാണ് നമ്മൾ ഇന്നലെ കണ്ടത്, തെറാപ്യൂട്ടിക്. സൗഖ്യം എന്നല്ല അവിടുത്തെ പ്രധാനപ്പെട്ട അർത്ഥം, സൗണ്ട്നെസ്, ആരോഗ്യം എന്നുള്ളതാണ്. അത് അവിടെ പ്രതിരൂപമായിട്ട് നിൽക്കുന്നു. ശാപം അവിടെ ഇല്ല. പാപം നിമിത്തമുണ്ടായ ശാപം നീങ്ങി. അവിടെ മരണവും ശാപവും ഒന്നുമില്ല എന്നതിനർത്ഥം പണ്ടത്തെ പോലെ ഇവിടെ കലഹിക്കാനോ പാപം ചെയ്യാനോ പരീക്ഷിക്കപ്പെടാനോ പ്രലോഭിപ്പിക്കപ്പെടാനോ കഴിയുന്ന ഒരു ഇടം അല്ല. ജാതികൾ വരെ ഉണ്ടെങ്കിലും അവരും ദൈവത്തിന് വിധേയപ്പെട്ടായിരിക്കും നിൽക്കുന്നത്. ദൈവത്തോട് മത്സരിക്കുന്നതൊന്നും അവിടെ ഉണ്ടാവില്ല. സാത്താനെ തന്നെ അതുകൊണ്ടാണ് അവിടെ നിന്നും മാറ്റുന്നത്. സാത്താൻ ദൈവത്തിന് ഒരു ഭീഷണി ആയതുകൊണ്ടല്ല. Here no one is against the Lord. No more Satan. Now for centuries God had allowed the devil to work against him because God never felt Satan a threat to him. സാത്താനെ ഒരിക്കലും ദൈവം തനിക്കൊരു ഭീഷണിയായിട്ട് കണ്ടിരുന്നില്ല. നമുക്കൊക്കെ ചിലപ്പം ഭീഷണിയായിട്ട് തോന്നും. ഈ കഴിഞ്ഞ ദിവസം ഒരാൾ എന്നോട് ചോദിച്ചു, ദൈവം അന്നേ ഈ സാത്താനെ ഇങ്ങ് കളഞ്ഞിരുന്നെങ്കിൽ നമുക്കും എന്ത് നല്ലതായിരുന്നു, ദൈവത്തിനും നല്ലതല്ലായിരുന്നോ, വെറുതെ വന്ന് മരിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ?
പക്ഷെ നമ്മൾ ചിന്തിക്കുന്നത് പോലെ സാത്താൻ ഒരിക്കലും ദൈവത്തിനൊരു ഭീഷണി ആയിരുന്നില്ല, ആയിരിക്കുകയുമില്ല. എന്നാൽ ഇപ്പൊ പിന്നെന്തിനാ സാത്താനെ തമ്പുരാനങ്ങ് മാറ്റുന്നേ? മറന്നുപോയോ? വഞ്ചിക്കാതിരിക്കുവാൻ. എന്തോ? ജാതികളെ വഞ്ചിക്കാതിരിക്കുവാൻ. ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ. സ്തോത്രം. 20:3 നമ്മൾ വായിച്ചതാണ്, നമ്മൾ പഠിച്ചതാണ്. 20:3. ആയിരം ആണ്ട് കഴിയോളം He threw himself into the abyss and locked and sealed it over him, to keep him from deceiving the nations anymore until the 1,000 years were ended. to keep him from deceiving the nations. സാത്താനെ ഇപ്പോൾ നീക്കിക്കളയുന്നത് ദൈവത്തിന് ഇപ്പോഴും അവൻ ഭീഷണിയാണെന്നത് കൊണ്ടല്ല, അവൻ മനുഷ്യർക്ക് ദോഷം വരുത്താതിരിക്കാനാ. ഈ ലോകത്തിൽ അവനൊരാവശ്യമായിരുന്നു, എന്നാൽ വരും ലോകത്തിൽ അവനൊരാവശ്യവുമല്ല. അതുകൊണ്ട് തന്നെ അവനെ നിത്യമായി പിന്നെ നീക്കിക്കളയുന്നു. സ്തോത്രം. അപ്പോൾ അന്ന് അവിടെ എല്ലാം ദൈവത്തിന് വിധേയപ്പെട്ട് കീഴ്പ്പെട്ടിരിക്കും എന്ന് കാണിക്കുന്നതിനാണ് ഈ 22 ആദ്യത്തെ വാക്യങ്ങൾ ഉദ്ധരിച്ചിരിക്കുന്നത്. ജീവജല നദി, ജീവവൃക്ഷം, അവിടെ അശുദ്ധമായതൊന്നുമില്ല. സ്തോത്രം. അവിടെ മത്സരമുള്ളതൊന്നുമില്ല. ദൈവത്തിനെതിരായി നിൽക്കുന്നതൊന്നുമില്ല, ആരുമില്ല. അപ്പോൾ ആ ജീവവൃക്ഷം എന്നതിൻ്റെ അർത്ഥവും നാം ഇപ്പോൾ കണ്ടല്ലോ. അതിൻ്റെ സമ്പൂർണമായ വീണ്ടെടുപ്പിൻ്റെ പരിപൂർണത, അതിൻ്റെ തികവ്, അതിൻ്റെ നിറവ്. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ വ്യക്തമാണോ? ഇനി 2 ദിവസം കഴിഞ്ഞിട്ടേ ദൈവം വെച്ചാൽ നമ്മൾ കാണുള്ളൂ എന്നതുകൊണ്ട് ഇതുവരെ ഉള്ളതിന് ഒരു വിരാമം ഇടാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും കാര്യങ്ങളിൽ ഒന്നുമില്ല. സ്തോത്രം. എങ്കിൽ നമുക്ക് ദൈവം പദ്ധതിയിട്ടത് അതിൻ്റെ കൃത്യസമയത്ത് തന്നെ നിവർത്തിച്ചെടുക്കുന്ന സർവശക്തനായ നമ്മുടെ ദൈവത്തെ നമുക്ക് സ്നേഹിച്ചും അവനിൽ പ്രശംസിച്ചും കൊണ്ട് ഈ പ്രത്യേക നാളിനായിട്ട് നോക്കിപ്പാർക്കാം. കർത്താവായ യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെയുള്ള രക്ഷ, വീണ്ടെടുപ്പ്, പാപമോചനം സൗജന്യമായത് പ്രാപിച്ചുകൊണ്ട്. സ്തോത്രം. കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുവാൻ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.